പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. കുറേ ആയില്ലേ ഞാനിപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തത് കുറേ കാലമായി. ഒരു എഴുത്തിൻ്റെ പണിയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നിനും സമയമില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കുറച്ച് ആശയങ്ങൾ നിങ്ങളായിട്ട് പങ്കിടാമെന്ന് വെച്ചു. ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എളുപ്പമല്ല അല്ലേ? വളരെ ദുഷ്കരായ ഒരു കാര്യമാണ്. ആരോടും മിണ്ടാനില്ലാതെ, ആരോടും ഒന്ന് ഷെയർ ചെയ്യാനില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന കുറച്ച് ആളുകളെ പറ്റി സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ എല്ലാവരോടും കളിച്ച് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് കൂട്ടുകൂടി ജീവിക്കുന്നവരേക്കാൾ കരുത്തുറ്റവരാണ്, ശക്തരാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പൊ ഗാന്ധിജി ആയാലും, ഗാന്ധിജി, നെഹ്റു അവരെ പോലുള്ള മഹാന്മാരൊക്കെ അവരൊക്കെ ഏകാകികളായിരുന്നു. പക്ഷെ അവർക്ക് അനുയായികൾ ഉണ്ടായി എന്ന് മാത്രം. പക്ഷെ നമുക്ക് എഴുത്തുകാരും അങ്ങനെയാട്ടോ, ഏകാകികളാണ്, ഏകാന്തതയാണ്, ഏകാന്തതയുടെ നൊമ്പരമാണ് അവർക്ക് എഴുതുവാനുള്ള ഊർജം. അപ്പൊ ഇവരെഴുത്ത് ഏകാകികളൊക്കെ പ്രബലരാണ് എന്ന് ഞാൻ പറയാൻ കാരണം, അത് ഏകാകിത നമ്മളെ ശക്തരാക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ആരാണെന്ന് നമുക്ക് കാണിച്ചു തരും. അതാണ് ഏറ്റവും പ്രധാനം. അപ്പം പിന്നെ എഴുത്തുകാരുടെ ഒക്കെ ആന്തരികമായ പോരാട്ടങ്ങൾ, അതേപോലെ സംഘർഷങ്ങൾ ഒക്കെ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പൊ ഈ ഏകാന്തതേന്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും ഒറ്റപ്പെട്ടു പോകുക എന്നുള്ളത് വലിയൊരു കഷ്ടമാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നമ്മുടെ നാട്ടിൽ എത്ര ആളുകളുണ്ട് ഈ ഒറ്റപ്പെട്ടു പോയവരോ, ഒന്ന് ചിലപ്പോൾ അവിവാഹിതരായിരിക്കും, ചിലപ്പോൾ ഇണ നഷ്ടപ്പെട്ടവരായിരിക്കും. അപ്പൊ നമ്മളൊക്കെ ആഹ് ഇപ്പോ ഉം ഏതെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് ഇണ നഷ്ടപ്പെടും അല്ലെ? അതല്ലാതെ ലിഖിത നിയമമാണ്. പിന്നെ അത് എഴുതപ്പെട്ടതാണ്. കാരണം നമ്മൾ ജനിച്ചാൽ മരിക്കും. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരാള് നമ്മുടെ കൂടെ ഉള്ളവര് നഷ്ടപ്പെട്ടാലും നമ്മൾ പിന്നെ വളരെ അന്തസ്സായിട്ട് തന്നെ ജീവിക്കാൻ പഠിക്കണം. അത് പറയാനാണ് ഞാൻ വന്നത്. അപ്പൊ എന്താ വെച്ചാൽ നമ്മളങ്ങനെ വളരെ ഇപ്പൊ എനിക്കൊക്കെ പ്രായമായില്ലേ, ഞാനൊക്കെ വയസ്സായി. അപ്പോൾ എനിക്ക് എൻ്റെ പേരക്കുട്ടികൾ, എനിക്കിപ്പോൾ പേരക്കുട്ടികളുണ്ട്, സ്കൂളിൽ പോകുന്ന പേരക്കുട്ടികളുണ്ട്. അങ്ങനെ പ്രായമായ ആളാണ് ഞാൻ. പക്ഷെ നമ്മള് പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മളെ മറ്റുള്ളവർ വേദനിപ്പിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരെ നമ്മൾ നിന്ന് കൊടുക്കരുത് കേട്ടോ. കാരണം അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് സമാധാനമാണല്ലോ വേണ്ടത്. പ്രായമായി റിട്ടയർ ചെയ്തു. അപ്പൊ ഇനി ജീവിതത്തിൽ സമാധാനമാണ് വേണ്ടത്. അപ്പൊ ഒരു കോപ്പ കഴിക്കുന്ന കണ്ണീര് കുടിച്ചാലേ നമുക്കൊക്കെ ഒരു തുള്ളി മധുരം ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം അവര് നമ്മുടെ ജീവിതത്തെ മിസറബിൾ ആക്കുകയാണെങ്കിൽ നമ്മൾ അവരെ ഒഴിവാക്കണം. അപ്പോൾ അതേസമയം നമുക്ക് ബന്ധങ്ങളെ കുറഞ്ഞു പോവുമായിരിക്കും, അത് കുഴപ്പമില്ല. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം. നല്ല വസ്ത്രം ധരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കുക, അതൊക്കെയാണ് പ്രധാനം. നമുക്കിനി ആരോഗ്യമാണ്, നല്ല വ്യായാമം ചെയ്യാം. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ, വീട്ടിലിപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുക എന്നായിരിക്കും, എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, നല്ല വേഷമൊക്കെ ധരിച്ച് ഇരിക്കണം. അല്ലാതെ ആ വീട്ടിൽ ആരും ഇല്ലല്ലോ വിചാരിച്ച് നടിച്ച വേഷമൊന്നും ഇടരുത്. അതേപോലെ നമ്മൾ നന്നായി ഒരുങ്ങി പുറത്തു പോവുക, ഇതൊക്കെയാണ്. അപ്പം നമ്മൾ അവഗണിക്കുന്നവരെ നമ്മൾ അവഗണിക്കുക, നമ്മളെ മറന്നു പോകുന്നവരെ നമ്മളും മറക്കുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടാം, പക്ഷെ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് നമ്മോട് തന്നെ സ്നേഹം വേണം അല്ലെ? നമുക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അന്യരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അവനവനെ സ്നേഹിക്കുക എന്നുള്ളത് മറന്നു പോകരുത് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. നമസ്കാരം.